ഹായ് ഓൾ, വെൽക്കം ടു ലേൺ ഈസി. നമ്മളിന്ന് BTech 2024 സ്കീം S1 S2 ഫിസിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ഇതിൻ്റെ സിലബസ് ഡിസ്ക്രിപ്ഷനാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഗ്രൂപ്പ് ബിയിൽ വരുന്ന ആ ഒരു ബ്രാഞ്ചസിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സിലബസ് ആണ്. അപ്പം ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, then electronics and instrumentation, electronics and computer, electrical and computer. അങ്ങനെ നമ്മുടെ കരിക്കുലത്തിൽ നമ്മുടെ ആ ഗ്രൂപ്പ് ബിയുടെ ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രാഞ്ചസിൽ വരുന്ന കുട്ടികൾ പഠിക്കേണ്ട സിലബസ് ആണിത്. അപ്പം ഇതിൽ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട് GBPHT 121. അതേപോലെ തന്നെ നമുക്ക് നേരത്തെ സ്കീമുമായിട്ട് കുറേ ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. അതായത് നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ 40 മാർക്സിനാണ്, എക്സ്റ്റേണൽ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ 60 മാർക്സിനാണ്. അതേപോലെ തന്നെ എക്സാം ഡ്യൂറേഷനും വ്യത്യാസമുണ്ട്, 2 hours 30 minutes ആണ്. അതേപോലെ തന്നെ ഇത് ഒരു തിയറി പ്ലസ് ലാബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. അപ്പം ലാബിനും നമ്മുടെ ഇവാലുവേഷനകത്തൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതും ഈ സിലബസിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിലേക്ക് പോവാം. 4 മോഡ്യൂൾസ് ഉള്ള ഒരു സിലബസാണിത്. ഇതിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ് കവർ ചെയ്യുന്നത്. അതായത് മെയിനായിട്ടും സെമി കണ്ടക്ടേഴ്സ് എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക്, ദെൻ ഇതൊക്കെ നമ്മൾ +2 ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുറച്ച് പുതിയ കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. എക്സ്ട്രിൻസിക്, വേരിയേഷൻ ഓഫ് ഇൻട്രിൻസിക് വിത്ത് ടെമ്പറേച്ചർ, അതൊക്കെ കുറച്ച് പുതിയ ടോപ്പിക്കുകളായിരിക്കാം. ദെൻ അതേപോലെ തന്നെ PN ജംഗ്ഷൻ ഡയോഡ് എന്താണ്, ഫെർമി ലെവലിൻ്റെ കൺസെപ്റ്റ്, അത് എനർജി ബാൻഡ് ഡയഗ്രം വരയ്ക്കാൻ നമുക്ക് ഫസ്റ്റ് മോഡ്യൂളിൽ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ PN ജംഗ്ഷൻ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ അതുകൂടാതെ തന്നെ പുതിയതായിട്ട് ഡയോഡ് ഇക്വേഷൻ്റെ ഡെറിവേഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് മോഡ്യൂളിലോട്ട് വരുവാണെങ്കിൽ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ് ശരിക്കും സെക്കൻഡ് മോഡ്യൂളിൽ. ആ ഒരു ബേസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂളിൽ സെമി കണ്ടക്ടർ ഡിവൈസസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. അതായത് സെനർ ഡയോഡ്സ്, സെനർ ബ്രേക്ക് ഡൗൺ, അവലാഞ്ച് ബ്രേക്ക് ഡൗൺ എന്താണ്, റെക്ടിഫയേഴ്സ്, ദെൻ ടണൽ ഡയോഡ്സ്, ദെൻ ഫോട്ടോണിക് ഡിവൈസസ്, അതായത് ഫോട്ടോ ഡിറ്റക്ടേഴ്സ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, പിൻ, അവലാഞ്ചി, ഫോട്ടോ ഡയോഡ്സ്, അങ്ങനെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ്, ദെൻ സോളാർ സെൽ എന്താണ്, LED എന്താണ്, ആപ്ലിക്കേഷൻസ് ഓഫ് LED, ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് മോഡ്യൂളിൽ വരുന്നത്. ദെൻ തേർഡ് മോഡ്യൂളിലോട്ട് വരുവാണെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി ആൻഡ് ഡൈഇലക്ട്രിക്സ്. സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ കേട്ടിട്ടുള്ള ഒരു ടേമാണ്. അതിൻ്റെ ടൈപ്സ്, സൂപ്പർ കണ്ടക്ടേഴ്സ്, ടൈപ്പ് 1, ടൈപ്പ് 2 സൂപ്പർ കണ്ടക്ടേഴ്സ്, ആപ്ലിക്കേഷൻസ്, ദെൻ അതുകൂടാതെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്താണ്, പെർമിറ്റിവിറ്റി, റിലേറ്റീവ് പെർമിറ്റിവിറ്റി, ദെൻ റിലേഷൻ ബിറ്റ്വീൻ, പോളറൈസേഷൻ്റെ കൺസെപ്റ്റ്, ദെൻ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റും പോളറൈസേഷനും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് തേർഡ് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. ദെൻ ഫോർത്ത് മോഡ്യൂളിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ഫൈബർ ഒപ്റ്റിക്സ്, ലേസർ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒപ്റ്റിക്കൽ പ്രോസസ്സ്, അതിനകത്ത് സ്പോണ്ടേനിയസ് എമിഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്താണ്, ലേസർ എന്താണ്, ലേസറിൻ്റെ ടൈപ്സ് എന്താണ്, പമ്പിങ് എന്താണ്, പോപ്പുലേഷൻ ഇൻവേർഷൻ, ഇതൊക്കെ നമ്മൾ ലേസർ റിലേറ്റഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്, പഴയ സിലബസിലുള്ളതാണ്. ദെൻ ടൈപ്സ് ഓഫ് ലേസേഴ്സ്, റൂബി ലേസർ, സെമി കണ്ടക്ടർ ലേസേഴ്സ്, ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഫൈബർ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനും, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ഫൈബേഴ്സ്, സ്റ്റെപ്പ്, ഗ്രേഡഡ്, ആ ഫൈബേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ദെൻ ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്താണ്, ദെൻ ഒരു ഓവറോൾ ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫോർത്ത് മോഡ്യൂളിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ 4 മോഡ്യൂൾസാണ്. അപ്പം 60 മാർക്സാണ് ഇവാലുവേഷൻ. അപ്പോൾ നമുക്ക് ആ ഇവാലുവേഷൻ പാറ്റേൺ ഒന്ന് നോക്കാം. അറ്റൻഡൻസ് 5 മാർക്സ്, ദെൻ കണ്ടിന്യൂസ് അസസ്മെൻറ്റ് 10 മാർക്സ്, ഇതിൻ്റെ സ്പ്ലിറ്റപ്പും സിലബസിൽ പറയുന്നുണ്ട്. ദെൻ 2 ഇൻറ്റേർണൽ എക്സാമിനേഷൻസ് കോളേജസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജാണ് ഈ 10 കൊടുത്തേക്കുന്നത്. ഫുൾ സിലബസ് കവർ ചെയ്തിട്ട് 2 ടെസ്റ്റുകൾ. ദെൻ ലാബ് എക്സാമിനേഷൻ 5 മാർക്സ്. അപ്പോൾ ലാബ് ഓറിയൻറ്റഡ് ആണ് ഈ സബ്ജക്റ്റ് എന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ 5 മാർക്സ് നമ്മുടെ ലാബ് എക്സാമിനേഷൻ്റെ വെയിറ്റേജ് ആണ്. അങ്ങനെ ടോട്ടൽ 40 മാർക്സാണ്. ദെൻ എക്സ്റ്റേണൽ ഇവാലുവേഷൻ 60 മാർക്സാണ്, 2.5 മണിക്കൂർ എക്സാമിനേഷനുമാണ്. പാർട്ട് A കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് B യുടെ ഡിവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ടോട്ടൽ 36 മാർക്സ്. അത് ഓപ്ഷൻസ് അതിനകത്ത് വരും, ചോയ്സ് ഉള്ള ഒരു ഏരിയ ആണ് പാർട്ട് B എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ സിലബസ് ടെക്സ്റ്റ് ബുക്കുകളും റെഫറൻസ് ബുക്കുകളും പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് 3 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്.
അതുകൂടാതെ ഇപ്പോൾ നമ്മൾ സെമി കണ്ടക്ടേഴ്സ് പോർഷനൊക്കെ ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂളൊക്കെ പഠിക്കുമ്പോൾ നമുക്കത് സ്പെസിഫിക് ആയിട്ട് ചില ടോപ്പിക്സ് പഠിക്കാൻ റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ല ടെക്സ്റ്റ് ബുക്കുകളൊക്കെയാണ് ഇതിൽ മെൻഷൻ ചെയ്തേക്കുന്നത്, റെഫറൻസ് ആയിട്ട് കൊടുത്തേക്കുന്നതും. ദെൻ കുറച്ച് വീഡിയോ ലിങ്ക്സ്, നമ്മുടെ NPTEL സ്വയം വീഡിയോ ലിങ്ക്സ് കൊടുത്തിട്ടുണ്ട് ഓരോ മോഡ്യൂൾസിലും റെഫറൻസ് ആയിട്ട്. അപ്പം ഇത് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതിൽ കണ്ടിന്യൂസ് അസസ്മെൻറ്റിൻ്റെ 10 മാർക്സിൻ്റെ സ്പ്ലിറ്റപ്പ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. അത് പ്രീ ലാബ് വർക്ക്, പ്രിപ്പറേഷൻ, അതുപോലെ കണ്ടക്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്, അങ്ങനെ 2 മാർക്സ് അങ്ങനെ ഡിവൈഡ് ചെയ്തേക്കുവാണ്. ലാബ് റിപ്പോർട്ട്സ് ആൻഡ് റെക്കോർഡിംഗ് 3 മാർക്സ്, ദെൻ വൈവ വോയിസ് 3 മാർക്സ്, ദെൻ ഫൈനൽ മാർക്സ് ആവറേജിങ് എങ്ങനെയാണെന്നുള്ളതും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദെൻ ഇവാലുവേഷൻ, ലാബ് എക്സാമിനേഷൻ്റെ 5 മാർക്സിൻ്റെ ഇവാലുവേഷൻ ഇവിടെ പറയുന്നുണ്ട്. 3 സ്പ്ലിറ്റപ്പ് ആയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. വൈവ, റിസൾട്ട്, ദെൻ പ്രിലിമിനറി വർക്ക്, കണ്ടക്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ്, അതൊക്കെ വെച്ചിട്ടാണ് 5 മാർക്സ്. ഇപ്പോൾ ലാബ് ഓറിയൻറ്റഡ് ആണ് ഈ സബ്ജക്റ്റ്, അത് നമ്മൾ മറക്കരുത്. ദെൻ എക്സ്പെരിമെൻറ്റ് ലിസ്റ്റ്, മിനിമം 10 എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ഇതിനകത്തുനിന്ന് ചെയ്യണം. അപ്പോൾ ആ 10 എക്സ്പെരിമെൻറ്റ്സ് ഇവിടെ എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ 10 എക്സ്പെരിമെൻറ്റ്സ് നമ്മുടെ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള 10 എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ ചെയ്യണം. അത് വെച്ചിട്ടാണ് നമ്മുടെ ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിലബസ് പറഞ്ഞേക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ. അതേപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മുടെ മോഡ്യൂൾ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് സെമി കണ്ടക്ടർ ഫിസിക്സ്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, അതേപോലെ തന്നെ അതിൻ്റെ ഡെറിവേഷൻ, ഡെൻസിറ്റി, ഇലക്ട്രോൺ ഹോൾ കോൺസെൻട്രേഷൻ, ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ദെൻ PN ജംഗ്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ സെമി കണ്ടക്ടർ ഫിസിക്സ്, എന്താണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.